ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ 4 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ലെഗ് പീസ് അവിടെ ഒരു കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. കാരണം ഉള്ളിലേക്ക് മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതിയാകും. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ലെഗ് പീസ് ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്കിനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. മറ്റൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി 4 ടേബിൾ സ്പൂൺ ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്തതിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ കോട്ടിങ് ചെയ്യേണ്ട ഫ്ലോറിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഉപ്പിടേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്താലും മതിയാവും. ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിവിടെ ഉപ്പും നാരങ്ങാ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. പിന്നെ ഇത് മുട്ടയുടെ കോട്ടിങ്ങും ഇത് ഫ്ലോറെല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതുമാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം തന്നെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസിൽ ഒരെണ്ണം എടുത്തിട്ട് ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ പീസസ് ഞാനിവിടെ ഈ മാവിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യം നമ്മൾ കോട്ട് ചെയ്യും. ആദ്യം നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് ഈ മാവിൽ വീണ്ടും കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കാം. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ മുട്ടയുടെ കൂട്ടിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും ഇത് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ ലെഗ് പീസസ് എല്ലാം ഞാനിവിടെ മുട്ടയിൽ മുക്കിയിട്ട് ഫ്ലോറിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിവിടെ ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന ചിക്കൻ ലെഗും ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.